എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സഹനത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കുന്ന യുവാവായ നിഖിലിന്റെ ജീവിതത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ യുവജനങ്ങൾക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് 31 വയസ്സുള്ള നിഖിലിന്റെ ജീവിതം. നമുക്ക് നിഖിലിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീണ്ടും ചോദിച്ചറിയാം. നിഖിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ സുദീർഘമായിട്ട് നിഖിലിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, ആക്സിഡന്റിന് ശേഷം ഉണ്ടായ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. ഞാൻ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു കാലഘട്ടം നമുക്കറിയാം, പലപ്പോഴും ഈ പറയുന്നത് പോലെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ വൃദ്ധസദനത്തിലാക്കുക, അല്ലെങ്കിൽ രോഗികളെ ആയിട്ടുള്ളവരെ ഒരു ഡംപ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിഖിൽ ഈ ഒരു ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഈ വീൽ ചെയറിൽ ജീവിതം ഒതുക്കപ്പെടുന്നു. ആ ഒരു അവസ്ഥയിൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, പ്രത്യേകിച്ച് അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? അത് കർത്താവ് തന്ന വലിയൊരു ഗിഫ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയില് കർത്താവ് നമുക്ക് കാണത്തക്ക രൂപത്തിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മുടെ പപ്പയമ്മച്ചി. അതിനൊരു മാറ്റം വരില്ല. ഇപ്പോ നമ്മുടെ ലൈഫില് നമുക്ക് സന്തോഷവും സുഖ സൗകര്യമുള്ള സമയത്തെല്ലാം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, മറ്റൊരുപാട് വ്യക്തികളുണ്ടാവും നമ്മുടെ ലൈഫ് പങ്കുവെക്കാനായിട്ട്. നമ്മളെ കൊണ്ട് ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റാത്ത അത്തരം സഹായൊരവസ്ഥ വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ഭൂമിയില് നമ്മുടെ പേരൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. എൻ്റെ ജീവിതം കൊണ്ട് അത് മനസ്സിലായ കാര്യമാണ്. 19 ദിവസം വരെ ഒരുപാട് ഫ്രണ്ട്സ് നോർമലി എല്ലാവരെയും പോലെ എനിക്കുണ്ടായിരുന്നു. കുറച്ച് ആക്സിഡന്റ് പറ്റി കുറച്ച് കാലഘട്ടം വരെ അവർ പിന്നീട് വരാറുണ്ട്. പിന്നെ അവർക്ക് അവരുടേതായ കാര്യങ്ങളായി എന്നോട് മാറി. പക്ഷെ ആക്സിഡന്റിന് മുന്നും പിൻപും ഒരേപോലെ കൂടെ നിന്നത് അപ്പമ്മച്ചി മാത്രം. അതിലെൻ്റെ അമ്മച്ചി ഒരു ഈ 18 മാസം ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ വെന്റിലേറ്റർ തൊട്ട് ഈ 13 വർഷം ഈ നമ്മുടെ ഈ ഫ്ലോർ വരെ, ഷക്കേനയുടെ ഫ്ലോർ വരെ എൻ്റെ അമ്മച്ചിൻ്റെ കൂടിയുണ്ട്. എൻ്റെ പല്ല് തേപ്പിക്കുന്നത് തൊട്ട് മോഷൻ പോയി ക്ലീൻ ചെയ്യുന്നത് വരെ A to Z എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് ചെയ്തു തരുന്നത് എൻ്റെ അമ്മച്ചിയാണ്. നോർമലി ഇപ്പം എന്നെ എല്ലാവരും കാണുമ്പോൾ പറയും, നിഖില എന്തൊരു സഹനാടാ, എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. ഇതൊന്നും സഹനല്ല. നിഖിലെന്ന ഞാൻ ഒരു വേദിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു കുടുംബമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചിയുണ്ട്. ഇപ്പോൾ എന്താ പറയുക, പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോണ സമയത്താണെങ്കിൽ വൈകുന്നേരങ്ങൾ ഭൂരിഭാഗം പിള്ളേർക്ക് എടുക്കാറ് രാവിലെ ഒരു 10 മണി 11 മണി സമയമാണെന്നുണ്ടെങ്കിൽ 4 മണിയാകുമ്പോഴേക്കും 5 മണിയാകുമ്പോഴേക്കും എൻ്റെ അമ്മച്ചി എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് മിനിമം ഒരു 1.5-2 മണിക്കൂർ എടുക്കും എന്നെ ക്ലീൻ ചെയ്ത് കാലം റെഡിയാക്കി കൊണ്ടുവരാനായിട്ട്. അത്രയും ചെയ്തു തരുന്നത് അതെൻ്റെ അമ്മച്ചി തന്നെയാണ്. ഇതുവരെ ഈ 13 വർഷമായിട്ട് ഒരിക്കൽ പോലും ഞാനില്ലാണ്ട് പുറത്തു പോലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. തൊട്ടടുത്ത കടയിലേക്ക് പോകാൻ പറഞ്ഞ നിൽക്കട്ടെ, അവൻ വരട്ടെ, ആരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞു. ഭൂരിഭാഗം എൻ്റെ റൂമിലും ആ വീടിൻ്റെ ഉള്ളിലും മാത്രമായിട്ട് ഞാൻ ഈ കട്ടിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എൻ്റെ അമ്മച്ചി തന്നെയാണ്. എനിക്ക് നോർമലി എല്ലാവരെയും പോലെ കഫം ചുമച്ച് വായിക്കൊടുത്ത് പോകാൻ പറ്റില്ല. 13 മാസം ഞാൻ വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലെ ലങ്സിൻ്റെ കപ്പാസിറ്റി കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ തൊണ്ടയിൽ ഒരു ടക്യോസ് ട്യൂബ് ഇട്ടിട്ടുണ്ട്. ആ ട്യൂബ് ലങ്സിൽ ചിറക്കിയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു കോർക്ക് വെച്ച് അടച്ചിട്ടാണ് ഞാൻ സംസാരിക്കണത്. കഫം വരുമ്പോൾ, ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനൊക്കെ വന്നു കഴിയുമ്പോൾ കഫക്കെട്ട് വരും. അപ്പോൾ ട്യൂബ് ബ്ലോക്ക് ആവും, എനിക്ക് ശ്വാസം കിട്ടില്ല, എൻ്റെ ശബ്ദം പോലും പുറത്തു വരില്ല. നിസ്സാരം ഈ ഒരു സൗണ്ട് മാത്രമാണ് മാക്സിമം പുറത്തു വരാം. എൻ്റെ അമ്മച്ചി ഞാൻ ഉറങ്ങണ സമയം എന്ന് പറഞ്ഞാൽ പുലർച്ചെ 1 മണി 2 മണിക്കേ ആവും. ആ ഒരു സമയത്ത് കിടന്നാലും പുലർച്ചെ 3 മണിക്കോ 4 മണിക്കോ എനിക്ക് കഫക്കെട്ട് വന്ന് ശ്വാസം കിട്ടാണ്ടായ തൊട്ടപ്പുറത്ത് ബെഡിൽ എൻ്റെ അനക്കം കേട്ട് കഴിഞ്ഞാൽ എന്താ പറ്റിയേ എഴുന്നേറ്റ് വന്ന് ലൈറ്റ് ഇട്ട് കപ്പം വലിച്ചത് എനിക്ക് ആ ശ്വാസം രീതിയിൽ എല്ലാം ചെയ്തു തരും. അത്രമാത്രം എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച് എൻ്റെ അമ്മച്ചി കൂടെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പപ്പി ഉണ്ടായിരുന്നപ്പോഴൊക്കെ പപ്പിയും എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു തന്നു. കാര്യങ്ങൾക്കും എല്ലാത്തിനും എൻ്റെ പപ്പിയും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ, എൻ്റെ ഫാമിലി, അനിയത്തിയുണ്ട്, ചേട്ടൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുമക്കളുണ്ട്, ഞങ്ങൾക്കൊരു മോളുണ്ട്. എല്ലാവരും വളരെ ഭംഗിയായിട്ടാണ് എൻ്റെ കൂട്ടുകാരെ കണ്ടത്. എൻ്റെ ചേട്ടൻ്റെ കാര്യം
19 വയസ്സ് വരെ ഒരു കാര്യത്തിലും ഞങ്ങൾ തമ്മിൽ ചേരാറില്ലേ. ഭൂരിഭാഗൻ്റെ അമ്മച്ചിക്ക് സാധാരണ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ പേടിയിലാവും. അവൻ താനായിട്ട് വഴക്കുണ്ടാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടാക്കും. എൻ്റെ ലൈഫിൽ ഭൂരിഭാഗം അവൻ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. നല്ലതായിട്ട് ഞാൻ ആകെ ചെയ്തിട്ട് എനിക്കൊരു ഓർമ്മയില്ല. എൻ്റെ ചേട്ടനെ എന്താ നിസ്സാരം എന്താ പറയുക, ഒരിക്കൽ ചേട്ടൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത്, ബർത്ത്ഡേയുടെ തലേ ദിവസം ഞാനും ചേട്ടനും പെങ്ങളും എന്ന് പറഞ്ഞാൽ ചെറിയ വീടാണ്, ഞങ്ങൾ ഹാളിൽ തന്നെ കിടന്നിരുന്നത്. അപ്പം എമിച്ചും ബെഡ്റൂമിൽ. അങ്ങനെ പുലർച്ചൊരു 4 മണി സമയത്ത് പപ്പ ബാത്റൂമിൽ പോയ സമയത്ത് ഞാൻ പപ്പയുടെ കട്ടിലിൻ്റെ അടിയിൽ പേഴ്സ് ചെയ്ത് ഒരു 500 അടിച്ചു. ഞാൻ വന്നു നേരെ തിരിച്ചു താഴത്ത് കിടന്നുറങ്ങി. ആ സമയത്താണ് ചേട്ടൻ കഥയില്ലാണ്ട് നേരെ പോയി ബെഡ്റൂം കിടന്നു. പപ്പ വന്നു പേഴ്സ് നോക്കി, പപ്പ കാശ് എണ്ണി നോക്കും. ഡെയിലി എണ്ണി നോക്കി കഴിഞ്ഞപ്പോൾ 500 രൂപ വേണ്ട. അപ്പൊ ഒന്നും മിണ്ടിയില്ല. നേരെ വന്ന് ബെൽറ്റ് എടുത്തിട്ട് ചേട്ടനെ കണ്ട മാനത്തെ ബർത്ത്ഡേ. അവനതും മനസ്സിലാക്കി മനസ്സിലായില്ല. അത്രമാത്രം അവനോട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ ഒരു അവസ്ഥ വന്നപ്പോഴും അവനും എന്നെ മാറ്റി നിർത്തിയില്ല, തള്ളി കളഞ്ഞില്ല. ഈ 13 വർഷം എന്നെ കൊണ്ട് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകാനും കാര്യങ്ങൾക്കും അവനും എൻ്റെ കൂടെ തന്നെയുണ്ട്. 18 മാസം അമ്മിച്ച ആശുപത്രി നിന്ന പോലെ തന്നെ ഒരു ജോലിക്കും വേറൊന്നിനും പോവാണ്ട് അവനും ആശുപത്രിയിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞ ഓർമ്മയാണ്, ചില സമയത്ത് പുലർച്ചെ എനിക്ക് ഓർമ്മയിലാണ്, വെന്റിലേറ്റർ ഇറങ്ങുന്ന സമയത്ത് ഓർമ്മയില്ലാണ്ട് പുലർച്ചെ ഞാൻ മസാല ദോശ ചോദിക്കും, അല്ലെങ്കിൽ ബർഗറൊക്കെ ചോദിക്കും. പക്ഷെ എവിടെയെങ്കിലും പോയി അവനത് വാങ്ങിക്കൊണ്ടുവന്ന് തരും. ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അത്രമാത്രം ഇവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ യൂത്തിന്റെ മെയിൻ പ്രശ്നം നമ്മുടെ പേരൻസിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നില്ല. അവരുള്ളപ്പോ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ യൂത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പേരൻസ് ഡേ, മദേഴ്സ് ഡേ വരുമ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇടാം. അത് മാത്രമാണ് പേരൻസിനോടുള്ള കമ്മിറ്റ്മെന്റ്സും ബാക്കി കാര്യങ്ങളും. പക്ഷെ അവരെ എപ്പോഴും നമ്മളെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. ഖാലിദ് ജിബ്രാന്റെ ഒരു ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കോട്ടിങ് ഉണ്ട്, അമ്മ പ്രപഞ്ചത്തിന്റെ സത്യമാണ്. അമ്മയില്ലാത്ത പ്രപഞ്ചം വാല്യൂ ഇല്ല. അപ്പം ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം ഞങ്ങളുടെ പപ്പ ഞങ്ങളുടെ കുടുംബത്തിന് വലിയ സപ്പോർട്ടായിരുന്നു. അപ്പോൾ പെട്ടികൊണ്ട് പഠിപ്പിക്കുകയായിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത പപ്പയ്ക്ക് 2022 മെയ് മാസം കഴുത്തിൽ ഒരു മുഴ വന്നു. സർജറി ചെയ്തു. ജൂലൈയിൽ ഇൻഫെക്ഷനെ വീണ്ടും സർജറി ചെയ്തു. ക്യാൻസർ ആണെന്ന് പറഞ്ഞു, 4th സ്റ്റേജാന്ന് പറഞ്ഞു. 6 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം 2023 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയുടെ അന്ന് അപ്പം ഞങ്ങളെല്ലാവരും വിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക്. അതുവരെ ഇല്ലാത്തൊരു ശൂന്യത നമുക്കത് മനസ്സിലാവും. അതുവരെ എനിക്ക് എന്ത് വേണമെങ്കിലും അപ്പം എനിക്കത് വേണം കേട്ടോ, വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവരും. ആരോടെ പറയാം, ചെയ്യണമെങ്കിലും കാര്യങ്ങൾക്കും എല്ലാം ലിമിറ്റുണ്ട്. നമ്മുടെ പേരൻസ് നമുക്ക് ചെയ്തു തരുന്ന പോലെ ഏറെ മനുഷ്യരും കാണത്തക്ക രീതിയിൽ നമുക്ക് ചെയ്തു തരില്ല. നമുക്ക് ലൈഫിൽ നന്നാവണമെങ്കിൽ ഒരൊറ്റ കാര്യം പറയണ്ടേ, വചനം കൃത്യമായിട്ട് പറയണ്ടേ, എഫോസ് 6:2, നിനക്ക് നന്മ വരാനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കേണ്ടതിന് നീ മാതാവിനെയും പിതാവിനെയും അനുസരിക്കുക. ആ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നമ്മുടെ ഭൂമിയിൽ നന്മയും വരും, നമ്മുടെ ജീവിതം മാറ്റം വരും. പക്ഷെ നമുക്ക് അവരുടെ വില മനസ്സിലാവില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഓൾഡ് ഏജ് ഹോമിലും എല്ലാവരും ഉണ്ടാക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചു, എന്നെപ്പോലുള്ള വ്യക്തികളുടെ അവസ്ഥ. നമുക്ക് എല്ലാവർക്കും തോന്നും നമുക്ക് എല്ലാവർക്കും എല്ലാം ഉണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, മറ്റൊന്നും വേണ്ട, എന്നെപ്പോലുള്ള കുടുംബത്തിലുള്ള എല്ലാവരും വിലയില്ലാത്തവരാണെന്ന്. പക്ഷെ ആ ഒരു ചിന്ത നമ്മുടെ മാത്രമാണ്. കർത്താവിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒരേപോലെ വിലപ്പെട്ടവരാണ്. നിങ്ങൾക്ക് വേണ്ടി, ആരോഗ്യമുള്ളവർക്ക് വേണ്ടി 2 പ്രാവശ്യം, ആരോഗ്യമില്ലാത്ത എന്നെപ്പോലുള്ളവർക്ക് വേണ്ടി 1 പ്രാവശ്യം കർത്താവ് മരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൂടെ 8 പ്രാവശ്യം മരിച്ചിട്ടുള്ളൂ. ആ കർത്താവിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒന്ന്. ഇപ്പോൾ കുറേ പേരെ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കി ഞാൻ കേൾക്കാറുണ്ട്, സ്വന്തം വീടുകളിൽ തന്നെ നോക്കുന്നത് ബുദ്ധിമുട്ടായിട്ടും സങ്കടമായിട്ടും എന്നെ വിളിച്ച് പറയാറുണ്ട്. എന്നെ കാണാൻ വരുന്നില്ല, അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ എന്നെപ്പോലൊരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഒരിക്കലും അവരെ തള്ളിക്കളയരുത്, അവരെ മാറ്റി നിർത്തരുത്. അവർ നിങ്ങളുടെ കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നമ്മുടെ കർത്താവ് കൊണ്ടുവന്ന് തരും. ആ കർത്താവ് അത്രമാത്രം വിശ്വസ്തനാണ്. അവരുടെ കണ്ണീര് നമ്മുടെ കുടുംബത്ത് വന്ന, നമ്മുടെ ലൈഫിൽ വന്ന, കർത്താവ് നീതിമാനായ ന്യായാധിപനാണ്. കർത്താവിന് അതിന് വില വരും. അപ്പോൾ നമുക്കത് ശരിയാവില്ല. ഒരിക്കലും ഒരാരും തള്ളിക്കറിയരുത് കേട്ടോ. എന്നെ കാണാൻ പറ്റുന്ന എല്ലാവരും പറയുന്നൊരു കാര്യം കൂടിയാണ്, നിങ്ങൾ സാധിക്കും, നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഇതുപോലെ ആളുകൾക്ക് ഉണ്ടാവും. വല്ലപ്പോഴും ഒന്ന് പോയി കാണ്, അവരോടൊന്ന് സംസാരിക്കുക. നിങ്ങൾ അവർക്കൊന്നും കൊടുക്കണ്ട. അപ്പൊ നിങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ, ഒന്ന് കാണാൻ വരുമ്പോൾ ഞങ്ങൾക്കും ഒരാളുണ്ട് എന്നുള്ള സപ്പോർട്ട് അവർക്ക് വരും. ആ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ നിന്ന് വരുന്നൊരു പ്രാർത്ഥന നിങ്ങൾക്ക് അത്രമാത്രം വിലപ്പെട്ടതാവും. എന്നെ കാണാൻ വരണമെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ എന്നെ കേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലായാലും ചുറ്റുവട്ടത്തായാലും അറിയുന്ന പല ആൾക്കാരുണ്ടാവും. വല്ലപ്പോഴും മാസത്തിലൊരു തവണയെങ്കിലും ഒന്ന് പോയി കാണാൻ, സംസാരിക്കുക, അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് വരും. ഒരിക്കലും മാറ്റി നിർത്തലേട്ടാ, കർത്താവ് അതിന് വില തരും. അപ്പം നിഖിലിന് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. ആ ഒരു സമയത്ത് താങ്ങായിട്ട് നിന്നത് നിഖിലിന്റെ അപ്പനായിരുന്നു. പിന്നെ അമ്മ ഒപ്പം തന്നെയുണ്ട്, സഹോദരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് അപ്പന് നനച്ചിരിക്കാത്ത നേരത്തെ ഒരു ക്യാൻസർ വരുന്നു. അപ്പനെ ഈശോ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഈശോയെ, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റ് വരുന്നു, വീണ്ടും എന്റെ സ്വന്തം അപ്പനെ തന്നെ നിങ്ങൾ എടുക്കും. നമ്മുടെ കർത്താവിന് തെറ്റ് പറ്റില്ല. കർത്താവിന് വ്യക്തമായ പ്ലാനും വ്യക്തമായ പദ്ധതി ഉണ്ട്. അല്ലാണ്ട് കർത്താവ് ഒരു കാര്യം ചെയ്യില്ല. എന്റെ പപ്പ മരിക്കും എന്നുള്ളത് ആളുടെ നിയോഗമായിരിക്കും. ഒരു ദിവസം നമ്മളെല്ലാവരും ജനിച്ചു, ഒരു ദിവസം എല്ലാവരും നമ്മൾ തിരിച്ചു പോകും. സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു നിയമമുണ്ട്, ലോ ഓഫ് ഡിവൈൻ വൺനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കേന്ദ്ര ബിന്ദു എന്ന് വന്നു, ആ കേന്ദ്ര ബിന്ദുവിലേക്ക് തിരിച്ചു പോകും, ആ സത്യ ദൈവത്തിലേക്ക് തന്നെ. നമ്മൾ നോർമലി വിശ്വാസികൾ പറയും അത് കർത്താവാണെന്ന് പറയും, സയൻസ് പറയും പ്രകൃതിയാന്ന് പറയും. അത്രയും മാറ്റുള്ളൂ. ഒരു ഉറപ്പ്, നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ കർത്താവ് വീണ്ടും വരുമ്പോൾ നമുക്ക് കാണാം. കർത്താവിന് തെറ്റുപറ്റില്ലേ? നമ്മളത് ആ കർത്താവിനോട് ഒരു കാര്യം എന്താ കർത്താവ് അങ്ങനെ ചെയ്തേ ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് നമുക്ക് മോശങ്ങളൊന്നും ചെയ്യോ? ഇല്ല, പേടിക്കുന്നതിന്. അതാണ് സത്യം. അപ്പം അമ്മയുടെ കാര്യം നിങ്ങൾ സൂചിപ്പിച്ചു. അമ്മ ഫിസിക്കലായിട്ട് നിഖിലിനെ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജീവിതം തന്നെ നിഖിലിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ അമ്മയുടെ ഒരു പ്രയർ ലൈഫ് നിഖിലിന്റെ ശുശ്രൂഷ ജീവിതത്തിന് എത്രത്തോളം? എന്റെ അമ്മച്ചിയുടെ ആ ഒരു പ്രാർത്ഥനയാണ്. വെന്റിലേറ്റർ ഐസിയിൽ വെച്ച് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ എൻ്റെ മുഖത്ത് തുണിയിട്ട് മൂടി എല്ലാം അവസാനിച്ചപ്പോഴും ആ വെന്റിലേറ്റർ ഐസിന്റെ വാദിക്കിരുന്ന് കൊന്ത ചെല്ലി എൻ്റെ അമ്മച്ചി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഫ്ലോർ വരെ എൻ്റെ ജീവിതം കർത്താവ് നീട്ടി തന്നത്. ഒരു ആദ്യത്തെ ഒരു 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനെ അമ്മച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിഖിലിൻ്റെ അവസ്ഥയൊക്കെ മോശമായി, വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് കൊണ്ട് പറഞ്ഞു, നിഖിലും മരിച്ചു, ഇവിടെയുള്ള എല്ലാവരും വീട്ടിലേക്ക് പറഞ്ഞു വെച്ചു, എല്ലാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ മുഖത്ത് തുണിയൊക്കെ ഇട്ട് മൂടി. അപ്പോഴും എൻ്റെ അമ്മച്ച വെന്റിലേറ്റേഴ്സിന്റെ വാദിക്കായിരുന്നു, കൊന്തയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേഴ്സ് പറയണപ്പോൾ അതൊരു ഏത് മക്കളും സ്വന്തം കൺമുമ്പിൽ മരിക്കാന്ന് പറഞ്ഞ ഒരമ്മയ്ക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കരഞ്ഞിട്ട് അമ്മച്ചി കയ്യിലുണ്ടായിരുന്ന കൊന്തം ചെറിഞ്ഞു കളഞ്ഞു. ഇത്രയും കരട്ട് അമ്മച്ചി മാതാവിനോട് പറഞ്ഞു, ഇത്രയ്ക്ക് ഞാൻ നിന്നെ കരഞ്ഞു വിളിച്ചില്ലേ, എൻ്റെ മോനെ നീ തിരിച്ചു തന്നില്ലല്ലോ, എൻ്റെ മോനെ തിരിച്ചിടാൻ കഴിയാതെ തന്നെ ഒരിക്കലും വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ഒരുപാട് കരഞ്ഞു. ഒരമ്മയുടെ കണ്ണീര് ഒരമ്മയ്ക്ക് മനസ്സിലാവും. പെട്ടെന്ന് അമ്മച്ചിയുടെ തോളില് ആരോ തട്ടണ പോലെ തോന്നിയിരുന്നു, മനസ്സിൽ ആരോ പറയണ പോലെ തോന്നി, മോളെ നീ പേടിക്കണ്ട, ആ കൊന്ത നിന്റെ കയ്യിലെടുത്ത് പിടിച്ചോ, നിന്റെ മോന് ഒരു കുഴപ്പമുണ്ടാവില്ല, അവനെ ഞാൻ നിന്നെ തിരിച്ചു ചെയ്തിനോട് തരുന്നു. എൻ്റെ അമ്മച്ചി ആ ഒരു ഉറപ്പില് ആ ഒരു വിശ്വാസത്തില് വീണ്ടും കൊന്ത എടുത്ത് പിടിച്ച് വീണ്ടും കൊന്തേലി. ഞാൻ മരിച്ചാത്തറക്കാട്ടാ മൊത്തം വിട്ടു. രാത്രി ആയപ്പോ വീട്ടിലേക്ക് പോയ ഡോക്ടർ ആദ്യമില്ലാണ്ട് ഐസിയുവിൽ കയറി വരുന്നതാണ് എൻ്റെ ചേട്ടനും എൻ്റെ അമ്മച്ചിയും ഐസിയുവിന്റെ വാദിക്കരുന്ന് കണ്ടത്. സാർ ഐസിയുവിൽ കയറി പോയി എൻ്റെ അടുത്ത് വന്നു. കുറച്ചേരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, എന്താ സംഭവിച്ചെന്ന് അറിയില്ല, സാറിന് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ. സാറ് വീട്ടിൽ നിന്ന് ഐസിയുവിൽ വന്ന് എൻ്റെ മുഖത്ത് തുണി മാറ്റി വയ്ക്കുമ്പോ മരിച്ചു എന്ന് പറഞ്ഞാൽ അവസാനം ഞാൻ ഒരു കുഴപ്പമില്ല ചിരിച്ച കണ്ട കാഴ്ചയാണ് സാർ കണ്ടായിരുന്നു. സാർ അതിനുശേഷം പലപ്പോഴും പറയണം, അത് നിഖിലേ നിന്നെ കാണുമ്പോ കൈത്തിരിക്കേ എന്താ ചെയ്യണ്ടെന്ന. എൻ്റെ അമ്മ അന്ന വെന്റിലേറ്റർ ഐസിയുടെ വാദിക്കേ മാതാവിനോട് പറഞ്ഞൊരു വാക്ക, എൻ്റെ മോനെ
നീ എനിക്ക് തിരിച്ച് ജീവനോടെ തന്ന അവനെ ഞാൻ നോക്കിക്കോളാം. സാധിക്കുന്ന എല്ലായിടത്തും നമ്മുടെ കർത്താവ് ജീവിക്കുന്നുണ്ടെന്ന് അവനെ ഞാൻ കൊണ്ടുപോയി ഞാൻ പറഞ്ഞോളാം. അതുകൊണ്ടാണ് എല്ലാം അവസാനിച്ച് തുണിയിട്ട് മുടിയുന്ന ജീവിതം ആ വെന്റിലേറ്ററിൽ നിന്ന് ഈ ഫ്ലോർ വരെ നമ്മുടെ കർത്താവ് നീട്ടി തന്നത്. അത്രമാത്രം സ്ഥാനം എൻ്റെ ലൈഫിൽ പരിശുദ്ധ അമ്മയ്ക്കുണ്ട്, എൻ്റെ അമ്മച്ചിക്കുണ്ട്. അപ്പം ഏകദേശം എനിക്ക് 18 മാസത്തോളം വെന്റിലേറ്ററിൽ ഐസിയുയിൽ കിടക്കണ്ടാവുന്നു അല്ലേ? 13 മാസം വെന്റിലേറ്ററിലും 18 മാസം ആശുപത്രിയിൽ. അപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ആ ഒരു സമയത്തെ ആ ഒരു ചെലവ്, ആശുപത്രി ചെലവൊക്കെ അതെങ്ങനെ കർത്താവ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഒരു 9-10 മാസത്തോളം കുറെ കടം വാങ്ങിച്ച് ലോണൊക്കെ എടുത്ത് മാക്സിമം കുറെ കാര്യങ്ങൾ പപ്പയും ചെയ്തു. പറ്റാണ്ടായി. വലിയൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പറ്റാണ്ടായി കഴിഞ്ഞപ്പോ കുറെ പേരുടെ സഹായങ്ങൾ ചോദിച്ചു. പിന്നെ പരസ്യങ്ങൾ പൊതുകാര്യം കൊടുത്തു. എല്ലാം ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഒരുപാട് പേര് കർത്താവ് ഞങ്ങളെ സഹായിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒറ്റ ഉപകാരം ഉണ്ടായത്, ഞങ്ങൾ ചെല്ലുമ്പോൾ ആശുപത്രി കോൺക്രീറ്റ് ആയിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ ടൈലിട്ടു. എല്ലാം വളരെ അടിപൊളിയായി. പക്ഷെ എങ്ങനെയാണ് നടന്നതെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം കർത്താവ് ഞങ്ങളെ കരുതിയിട്ടുണ്ട്. പല വ്യക്തികളുടെ രൂപത്തിൽ ഒരുപാട് സഹായം ഇന്ന് വരെ കർത്താവ് ഞങ്ങൾ നടത്തുന്നുണ്ട്. അതാണ് നമ്മുടെ കർത്താവ്. അപ്പൊ നിങ്ങൾ ഈ സമാനമായിട്ടുള്ള ഒരു സാധനത്തിലൂടെ കടന്നു പോകുന്നവർക്ക്, നമ്മുടെ ഇന്റർവ്യൂ കാണുന്നവർക്കും ഒരു സംശയം തോന്നാം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സാധനങ്ങളിലൂടെ ഈശോയെ പ്രഘോഷിക്കുന്നു. പക്ഷേ ഈശോയെ പ്രഘോഷിക്കാൻ അവസരം കിട്ടാത്തവരുണ്ട്, പ്രത്യേകിച്ച് ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്നവർ, ശരീരം മുഴുവൻ തളർന്ന് കിടക്കുന്നവർ. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സഹനങ്ങളിലൂടെ എങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷണം? ഇതൊന്നല്ല സഹനം. ഫസ്റ്റേ പറഞ്ഞു, ഇതൊന്നല്ല സഹനം. നമ്മുടെ ലൈഫിൽ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയിൽ പോയി മൈക്കിൽ പറയണതോ അത് മാത്രമല്ല, നമ്മൾ അനുഭവിച്ച കർത്താവിനെ നമ്മളെ കാണാൻ വരുന്ന എല്ലാവരോടും പറയുക. ഇതൊരിക്കൽ കഴിഞ്ഞ വർഷം ഇവിടെ ജെറുസലേമില് പട്ടത്തച്ഛൻ എന്നെ പോലെ രോഗികൾക്ക് വേണ്ടി ഒരു 3 ദിവസം ധ്യാനം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവസാനത്തെ ദിവസം ഞാനും ഒരു മണിക്കൂർ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഞാനും പറഞ്ഞുള്ളൂ, നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ച കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വലുതാ. മൈക്കിൽ പറയണ്ട, എവിടെയും പറയണ്ട. നമ്മൾ കാണാൻ വരുന്നവരെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവരെ ഫോൺ വിളിക്കുന്നവരോട് പറയാ, നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും ഭയപ്പെടാണ്ടാവും. നമ്മുടെ കർത്താവ് കൂടിയുണ്ട്. നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് സഹായിക്കും. കർത്താവ് കൈവിടില്ല എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. കർത്താവിനെ ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ അനുഭവിച്ച കർത്താവിനെ, രുചിച്ചറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അത് തന്നെയാണ് വലിയൊരു കാര്യം. അല്ലാണ്ട് എല്ലാവർക്കും എല്ലാം പറ്റണമെന്നൊന്നുമില്ലല്ലോ. എനിക്കും പറ്റുന്നുണ്ട്, നാളെ പറ്റണമെന്നില്ല. പറ്റണ കാര്യങ്ങൾ ചെയ്യാം. അത് പൂർണ്ണമായും സ്വന്തം നമ്മുടെ ഇഷ്ടത്തിനല്ല, ആത്മാർത്ഥമായി സന്തോഷത്തോടെ ചെയ്യാം. അതിനുള്ള വില കർത്താവ് തരും. നമ്മളെ കർത്താവ് വീണ്ടും വരും. വിശ്വസിച്ചില്ലെങ്കിലും കർത്താവ് വീണ്ടും വരും. ഒരു ഉറപ്പ് കിട്ടും. നമ്മളെ കർത്താവ് അറിയില്ല, പറയില്ല. അപ്പൊ നമുക്ക് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത അറിയാം. ലോകം വളരെ വലിയൊരു തിന്മകളിലൂടെ കടന്നു പോകുന്നു. യുവജനങ്ങള് വഴിതെറ്റി പോകുന്നു. മക്കള് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നു. നമുക്ക് വരുന്ന വാർത്തകളെല്ലാം തന്നെ ഒരു 90% ഒരു നെഗറ്റീവ് വാർത്തകളാണ് വരുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില്, പാപം ലോകത്തെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇപ്പം നിഖിലിനെ പോലെ രോഗാവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വലിയൊരു പങ്ക് വഹിക്കാനില്ലേ? വലിയൊരു ബലമുണ്ട്. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ഇപ്പോ എന്നെ പോലെ വയ്യാത്ത വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പല രോഗങ്ങളല്ലെങ്കിലും ഏത് വ്യക്തികളായാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരു വിലയുണ്ട്. പാപം എത്രമാത്രം വർദ്ധിച്ചോ അത്രമാത്രം കൃപ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇത് കിട്ടണമെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിലും ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യം, ആ അമ്മയുടെ കണ്ണീരാണ് കാണുന്നത്. പുത്രൻ ഇത്രമാത്രം സഹിച്ച് നേടിയെന്ന ആ ജീവന്റെ വില നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് നമുക്കത് എല്ലാവർക്കും അത് മനസ്സിലാവണം എന്നില്ല. മനസ്സിലായവര് അത് കർത്താവിനെ പ്രതി നല്ലോണം പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് അനുതാപം ഉണ്ടാവാൻ വേണ്ടി കാഴ്ചവെച്ച് ഒരു മാറ്റം അനിവാര്യമാണ്. കർത്താവ് വീണ്ടും വരും. കർത്താവ് വീണ്ടും വന്നു കഴിയുമ്പോൾ ഇപ്പൊ വിശ്വസിക്കാത്തവരെല്ലാവരും അത് വിശ്വസിക്കും. എന്തായാലും അധികം വേഗം കർത്താവ് വരും ഈ കാലഘട്ടം കണ്ടിട്ട്. നിങ്ങളിലൂടെ എപ്പോഴും ഈ ഒരു പരിശുദ്ധ ബൈബിള് അല്ലെ, ബൈബിളുണ്ട്. അപ്പം നമ്മൾ ഈ ശുശ്രൂഷ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലായി ഏതെങ്കിലും ഒരു ഘട്ടത്തിന്റെ ഒരിക്കലും വരില്ല, പക്ഷെ എങ്കിൽ പോലും മനുഷ്യരാണ്, പല ചിന്തകളും വരാം. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ പരിശുദ്ധ ബൈബിള് നൽകുന്ന ഒരു ശക്തി എത്രത്തോളം ഉണ്ട്? 2 വചനാണ് എല്ലാം തകർന്നടിഞ്ഞ എൻ്റെ ജീവിതത്തെ വീണ്ടും ഒരു മാറ്റം വന്നത്.
കർത്താവിന്റെ വചനം അത്രമാത്രം ശക്താണ്. വെളിപാട് 3:8 പറയുന്നുണ്ട്, ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എന്റെ വചനം കാത്തു, നീ എന്റെ നാമം നിഷേധിച്ചതുമില്ല എന്ന്. റോമ 9:6 പറയുന്നുണ്ട്, കർത്താവിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല. സത്യദൈവത്തിന്റെ വചനമാണ് എൻ്റെ കയ്യിലുള്ളത്. അത് അത്രമാത്രം വിലപ്പെട്ടതാണ്. നമ്മുടെ കയ്യിൽ ഒരു 10 കോടി രൂപയുണ്ട്, അതിനേക്കാളും വിലപ്പെട്ടതാണ് ബൈബിളിൽ ഓരോ വചനം. അത് മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. ശ്വാസമില്ലാത്ത ജീവിതം അങ്ങനെയാണ്. അങ്ങനെയാണ്. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു വിഭാഗം യുവജനങ്ങൾ അല്ലെങ്കിൽ ഒരു തലമുറ ഈ ഒരു നാളുകളിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡിൽ നിഖിൽ പറഞ്ഞത് ഒരു കണ്ണീരോടുകൂടി മാത്രമേ പ്രേക്ഷകർക്ക് ശ്രവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ നിഖിലിൻ്റെ മാതാപിതാക്കൾ നിഖിലിനെ എത്രത്തോളം സ്നേഹിച്ചു, എത്രത്തോളം ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഒരു പിന്തുണ നൽകുന്നുണ്ട് എന്നതിനെപ്പറ്റി വളരെ പ്രചോദനാത്മകമായിട്ടുള്ള രീതിയിലാണ് നിഖിൽ കാര്യങ്ങൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നിഖിലിൻ്റെ അമ്മച്ചിയെ നമുക്ക് തീർച്ചയായിട്ടും പരിചയപ്പെടാം. അമ്മച്ചിയോട് തന്നെ നിഖിലിനെ പറ്റിയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച ആ ഒരു അത്ഭുതങ്ങൾ നമുക്ക് അമ്മച്ചിയോട് ചോദിച്ചറിയാം. അടുത്ത എപ്പിസോഡിൽ കാണാം.